ഏവരെയും മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് മുൻപ് മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കണമെന്ന ട്രംപിൻ്റെ അന്ത്യശാസനത്തെ തള്ളിക്കൊണ്ട് ഹമാസും ഹൂത്തികളും പൂർണ്ണമായും യുദ്ധസജ്ജരായി ഒരുങ്ങുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ മുന്നോടിയായി ഇനി മുതൽ ഹമാസിൻ്റെ നേതാക്കളാരും ഫോൺ ഉപയോഗിക്കരുതെന്നും അവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും മറ്റെവിടേക്കെങ്കിലും മാറണമെന്നും നേതൃത്വനിരയിൽ നിന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ യുദ്ധം തുടരുക, അതല്ലാതെ ഭീഷണികളൊന്നും വേണ്ട എന്നാണ് ഹമാസിൻ്റെ മുതിർന്ന നേതാവിൻ്റെ പ്രഖ്യാപനം. ഹമാസിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം IDF സദേൺ കമാൻഡിലെ ലീവിന് പോയ മുഴുവൻ സൈനികരും എത്രയും വേഗം തിരിച്ചെത്തണം എന്നാണ് നിർദ്ദേശം. എന്നാൽ ഒന്നാം ഘട്ട ബന്ദികളുടെ മോചനം സാധ്യമാകും വരെ ട്രംപിൻ്റെ വാക്ക് വിശ്വസിച്ച് യുദ്ധത്തിനിറങ്ങരുത്, അത് ഇസ്രയേലിനും ബന്ദികളുടെ ജീവനും അപകടത്തിലാക്കും എന്നാണ് സുരക്ഷാ മേധാവികൾ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനർത്ഥം IDF ഇപ്പോൾ യുദ്ധത്തിന് സജ്ജമല്ലാത്ത വിധം ദുർബലമാണ് എന്നുള്ളതാണ്. എന്നിട്ടും ശനിയാഴ്ച ബന്ദികളെ വിട്ടുകിട്ടിയില്ലെങ്കിൽ യുദ്ധം ആരംഭിക്കും എന്ന ട്രംപിൻ്റെ നിലപാടിൽ നെതന്യാഹുവും ഉറച്ചു നിൽക്കുകയാണ്. നെതന്യാഹുവും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങൾക്ക് വരുന്ന ശനിയാഴ്ച ബന്ദികളെ മുഴുവൻ തിരികെ കിട്ടണം. അതോടൊപ്പം ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താൻ തയ്യാറായി കഴിഞ്ഞുവെന്ന് സംഘടനയുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി ചൊവ്വാഴ്ച ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു. ഞങ്ങളുടെ കൈകൾ ആക്രമണത്തിന് ഒരുങ്ങിയിരിക്കുന്നു. ഗസ മുനമ്പിൽ ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണം തുടങ്ങിയാൽ ഉടൻ തന്നെ അവർക്കെതിരെ ആക്രമണം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഈ ഹൂത്തി പറയുന്നത്. തന്നെയുമല്ല, ഇനിയും ഗസയെ ആക്രമിച്ചാൽ വീണ്ടും ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഈ ഭീഷണിയെ ഭയന്ന് ആഗോള കപ്പൽ കമ്പനികൾ അവരുടെ കപ്പലുകൾ അടുത്ത അറിയിപ്പുണ്ടാകുന്നത് വരെ ചെങ്കടലിൽ പ്രവേശിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ട്രംപിൻ്റെ ഭീഷണി മധ്യേഷ്യയെ തികച്ചും യുദ്ധസജ്ജമാക്കി മാറ്റുമ്പോൾ ഫ്രാൻസും ഇറ്റലിയും അറബ് ലീഗും എല്ലാവരും ഈ ഭീഷണി അന്യായമാണെന്ന് വാദിക്കുകയാണ്. കൂടാതെ ഈജിപ്തും ജോർദാനും അഭയാർത്ഥികളെ ഏറ്റെടുക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ട്രംപിനെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ്. ഈ വിമർശനങ്ങൾ ഉയർന്നിട്ടും ട്രംപും നെതന്യാഹുവും വീണ്ടും ഗസയിൽ യുദ്ധം ആരംഭിക്കണം എന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വരുന്ന ദിവസങ്ങളിൽ അതിന് മാറ്റമുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.